ഗുഡ് മോർണിംഗ്. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നിയിരിക്കും. അപ്പൊ ഈ ഒരു എനർജി നമുക്ക് 4 മണിക്കൂർ കൂടി ഉണ്ടാവില്ലേ? ഓക്കെ. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നോളജ് ആവശ്യമുള്ളതാണോ? യെസ് അല്ലെ? അപ്പം എനിക്ക് ഒരു അനുഭവത്തോട് പ്രശ്നം എന്താണ്? വെരിക്കോസ് വെയിനില് നമുക്ക് വാൽവ് ഉണ്ട്, വെയിനിന് വാൽവ് ഉണ്ട്. അപ്പൊ കാലിലേക്ക് പോകുന്ന ആ ബ്ലഡ് തിരിച്ച് കയറണം. ഓക്കെ. അപ്പൊ നമ്മുടെ കാല് എന്ന് പറയുമ്പോൾ താഴേക്കുള്ളതാണ് അല്ലെ? എപ്പോഴും കാല് താഴെയാണല്ലോ. അപ്പൊ ഒരു പ്രഷറോട് കൂടി വേണം കാലിലേക്ക് പോയിട്ടുള്ള ആ ബ്ലഡ് തിരിച്ച് അപ്വേർഡ് ഡയറക്ഷൻ, മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പ്രഷർ നമ്മളിപ്പോ നടക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ ഓരോ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ പ്രഷർ കിട്ടുന്നുണ്ട്. അപ്പൊ വെരിക്കോസ് വെയിനിൽ എന്ന് പറഞ്ഞാൽ ഒരു വാൽവ് ഉണ്ട്, വെയിൻസിൽ ഒരു വാൽവ് ഉണ്ട്. അപ്പൊ ആ വാൽവ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വാൽവ് ക്ലോസ് ആവും. തിരിച്ച് ബ്ലഡ് എന്താണ് മുകളിലേക്ക്, അതായത് താഴേക്ക് പോയി കഴിയുമ്പോൾ ആ വാൽവ് ക്ലോസ് ആവും. എന്നിട്ട് ഉള്ള ആ പ്രഷറിൽ അത് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോഴും ക്ലോസ് ആവും, അപ്പം അടയും. അപ്പൊ ഈ വെരിക്കോസ് വെയിനിൽ ഈ വാൽവിനാണ് പ്രശ്നം. അപ്പൊ അത് എന്ത് ചെയ്യും? അത് ഓപ്പൺ ആയി തന്നെ ഇരിക്കും. അപ്പൊ ഈ താഴേക്ക് പോയിട്ടുള്ള ബ്ലഡ് അവിടെ തന്നെ പൂൾ ചെയ്യാനുള്ള ചാൻസ് ആണ് വെരിക്കോസ് വെയിനിൽ ഉള്ളത്. അതായത് തിരിച്ച് കയറി വരാനുള്ള പ്രശ്നം കൊണ്ട് വെയിനിന്റെ വാൽവിനുള്ള ഒരു പ്രശ്നമാണ് വെരിക്കോസ് വെയിനിൽ ഉള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രശ്നത്തില് നമ്മുടെ ചാമ്പ്യൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല പ്രഷറിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് പ്രശ്നമുള്ളതാണ്. കാരണം വെരിക്കോസ് വെയിനിൽ ചില തരത്തിലുള്ള ക്ലോട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രഷർ ചെലുത്തി നല്ലവണ്ണം പ്രഷറിൽ നമ്മൾ അപ്ലൈ ചെയ്യും, എന്തോ ആയിക്കോട്ടെ, ചാമ്പ്യനോ എന്തോ ഓയില് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലഡിന്റെ ഒരു ക്ലോട്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ട പിടിച്ചിട്ടുള്ളത്. അപ്പൊ ബ്ലഡ് കട്ട പിടിച്ചിട്ടുള്ളത് എന്ത് ചെയ്യും? അവിടെ നിന്നും അത് ഡിസ്ലോഡ്ജ് ആവും. അവിടെ നിന്നും ആ ഭാഗത്തുള്ള ബ്ലഡ് ക്ലോട്ട്, ആ രക്തത്തിന്റെ കട്ട അവിടെ നിന്നും സ്ഥാനം മാറിയിട്ട് നമ്മൾ ഈ പ്രഷറിൽ ബ്ലഡ് വെസലിലൂടെ വേറെ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റിക്ക് ചെയ്യും, ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ. അപ്പൊ ആ ബ്ലഡ് വെസൽസ് ഇപ്പൊ ഹൃദയത്തിലേക്കുള്ള ആ ഒരു ബ്ലഡ് വെസൽസിലേക്കാണെങ്കിൽ സ്ട്രോക്കിലേക്കും, ബ്രെയിനിലേക്കാണെങ്കിൽ സ്ട്രോക്കിന് കാരണമാകും. ഇപ്പൊ ഹൃദയത്തിനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റിനൊക്കെ കാരണമാവും. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനെ അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല വെരിക്കോസ് വെയിനിന് സക്സസ് ആയിട്ട് അങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മളുടെ പ്രൊഡക്ട്സ് ഒക്കെയും ഒരു രോഗത്തിനുള്ളതാണോ? ആണോ? അല്ല. നമ്മളുടെതൊക്കെ എന്താണ്? ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. ഓക്കെ. നമുക്ക് രോഗം വരാതെ ഇരിക്കാൻ ഒക്കെ ഒരുപാട് ആയുസ്സില് അവര് ജീവിച്ചിരുന്നു ഇല്ലേ? 90 അല്ലെങ്കിൽ 100 വയസ്സ് വരെയൊക്കെ അവര് ജീവിച്ചിരുന്നു. എന്നാൽ ഇന്ന് എന്തായി? നമ്മുടെ പത്രത്തിലും ഒക്കെ കാണുന്നത് എന്താണ്? 25 പ്രായമുള്ള കുട്ടികള് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു അല്ലെ? കേൾക്കുന്നില്ലേ? ഉണ്ട്. അതുപോലെ എന്താണ് 15ഉം 18ഉം വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ബ്ലഡ് പ്രഷർ, ബിപിയുടെ പ്രശ്നമുണ്ട്, ഷുഗറിന്റെ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാവർക്കും വരുന്നുണ്ട്. അതുപോലെ മുടി നരയ്ക്കുന്നത്. ഇന്ന് ഒരു വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ ആ ആളുടെ ഏജ്, ആ ആളുടെ പ്രായം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമോ? ഇല്ല. ചെറിയ പ്രായത്തിൽ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ആരോഗ്യം ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇപ്പം വരുന്നത്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമ്മളുടെ MI ലൈഫ് സ്റ്റൈലിന് വലിയൊരു പങ്കാണ്. നല്ലൊരു ആരോഗ്യമുള്ള ഒരു തലമുറയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ വളർത്തിയെടുക്കാനുള്ള ആ ഒരു കഴിവ് എന്ന് പറയുന്നത് വളരെയായിട്ടുള്ള സ്ട്രെസ് ഇല്ലാത്തവരുണ്ടോ? ടെൻഷൻ ഇല്ലാത്തവരൊക്കെ ആഹാര പദാർത്ഥങ്ങളൊക്കെ, അതായത് ഒരുപാട് മാരകങ്ങളായിട്ടുള്ള അല്ലെ രുചിവർദ്ധകമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വരുന്ന ഇത്തരത്തിലുള്ള ആഹാരം കഴിക്കുന്നത് വഴി നമുക്ക് ആരോഗ്യമാണോ കിട്ടുന്നത്? ആണോ? അല്ല. അല്ലെ? ഒരുപാട് രോഗത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ പലതരത്തിലുള്ള മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, മലിനമായിട്ടുള്ള ഒരു വായു ശ്വസിക്കുന്നത് വഴി, അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ജലം നമ്മൾ കുടിക്കുന്നത് വഴി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മഴക്കാലമായി. ഇതിനു മുൻപ് വരെ എന്തായിരുന്നു? അതികഠിനമായിട്ടുള്ള
വെയിലായിരുന്നു അല്ലെ. ഇപ്പം വേഗത്തിൽ തന്നെ എല്ലാവരുടെയും കിണറ്റിലെ വെള്ളം പറ്റി. ഇപ്പം ബോറിനെ ആശ്രയിച്ചു. അപ്പൊ അല്ലാത്തവര് വെള്ളം വാങ്ങിച്ചു വില കൊടുത്ത് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ലഭിക്കുന്ന ആ ഒരു വെള്ളത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് എത്രത്തോളം ആണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല. എന്തെങ്കിലും തരത്തിലുള്ള മെറ്റൽസോ മിനറൽസോ അതിൽ കലർന്നിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല അല്ലെ. പല ആൾക്കാരും എന്താണ് ഇപ്പൊ മൊബൈൽ ഗെയിംസ് കളിച്ചിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടോ ഒക്കെ ആയിട്ട് 2-3 മണിക്കോ ഒക്കെ കിടന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെയാണ് എണീക്കുന്നുള്ളത്. അപ്പൊ ഈ ഒരു തെറ്റായിട്ടുള്ള ഒരു ജീവിത ശൈലിയിലൂടെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മൾക്ക് വരും. പിന്നെയോ ഒരു ജോലിയും ഒരു വ്യായാമവും ചെയ്യാതെ വീട് വിട്ട ഓഫീസ് അല്ലെങ്കിൽ സ്കൂള്, അത് കഴിഞ്ഞ് നേരെ വീട്, കുട്ടികളാണെങ്കിൽ പഠിത്തം, അത്തരത്തിൽ. പണ്ടൊക്കെ ആണെങ്കിലോ നമ്മൾ പാടത്തും ഒക്കെ പോയി കളിക്കുമായിരുന്നു അല്ലെ കുട്ടികള്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു മഴ ഒന്ന് നനയുമ്പോഴത്തേക്കും കുട്ടിക്ക് പനിയായി, ജലദോഷമായി, ആകെ മൊത്തം പ്രശ്നം. ഓക്കെ, പിന്നെ ഏതാണ് ഇത്തരത്തിൽ മാരകങ്ങളായിട്ടുള്ള കീടനാശിനികളൊക്കെ തളിച്ചു വരുന്ന പച്ചക്കറി, പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെ. ഓക്കെ, അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെയോ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന നമ്മളുടെ മൊബൈൽ ഫോൺ അല്ലെ. ഈ ഒരു മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഒരു ഉപയോഗം നല്ലതാണോ? അല്ല. കാരണം ഒരുപാട് റേഡിയേഷൻ ആണ് അതുവഴി വരുന്നത്. അപ്പൊ ആ ഒരു റേഡിയേഷനിലൂടെ അതും നമുക്ക് എന്താണ്, മോശമാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഒരു കാരണം പോലും ചെയ്യാത്തവരുണ്ടോ ആരെങ്കിലും ഈ കൂട്ടത്തില്? ഇല്ല. ഇപ്പൊ എന്താണ്, സ്ട്രെസ് ഇല്ല എന്ന് വിചാരിച്ചോളൂ. ഞാൻ എന്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിച്ച് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോ ഞാൻ തന്നെ അതിനെ ഓവർകം പറഞ്ഞാല്, അതായത് ന്യൂട്രിയൻസും ഫാർമസ്യൂട്ടിക്സും. അതായത് എന്താണ്, ഇപ്പൊ പനിക്ക് ഇന്ന ഒരു മരുന്ന്, അല്ലെങ്കിൽ എന്താണ് അയൺ, ഇപ്പം ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് HBയുടെ അളവ് കുറയുമ്പോ നമുക്ക് അനീമിയ ഉണ്ടാകും, വിളർച്ച, രക്തക്കുറവ് ഉണ്ടാകും. ഓക്കെ, അതായത് ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് അതിന്റെ ഒരു മരുന്ന് കഴിക്കുന്നതാണോ, അതോ നമ്മളുടെ ഭക്ഷണത്തിൽ തന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റിലൂടെ ആ രോഗം വരാതിരിക്കുന്നതാണോ നല്ലത്? രോഗം വരാതിരിക്കുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മളുടെ കമ്പനിക്ക് ഉള്ളത്. ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ട്, പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതുണ്ട്, ഒരുപാട് അത്തരത്തിലുള്ള സപ്ലിമെന്റ്സും ഒക്കെ നമ്മളുടെ MI ലൈഫ് സ്റ്റൈലില് ഉണ്ട്. ഓക്കെ, ഞരമ്പിനെ, നെർവ്സിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ടും ഹൃദയത്തെ ബാധിക്കുന്ന പ്രശ്നമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്കും, ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാത്ത ഒരു അവസ്ഥയിലേക്കും വരെ പോകുന്ന ഒരു രോഗമുണ്ട്. അപ്പൊ ഈ രോഗത്തെ പറ്റിയിട്ട് ലോക ആരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് 2021 ഈ ലോകത്തിൽ മുഴുവനായിട്ടും 537 മില്യൺ ജനങ്ങൾക്കാണ് ഈ രോഗം ഉള്ളത്. അത് 2030 ആകുമ്പോഴത്തേക്കും 643, 2040 ഒക്കെ ആകുമ്പോഴത്തേക്കും 45 ആകുമ്പോഴത്തേക്കും 700 ഒക്കെ കടക്കും, 783 ആകും. 783 മില്യൺ ജനങ്ങൾക്കത് വ്യാപകമാകും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആ രോഗം എന്ന് മനസ്സിലായോ? പ്രമേഹം അല്ലെ, ഡയബറ്റിക്സ്. ഓക്കെ, അപ്പൊ ഈ പ്രമേഹത്തെ നമുക്ക് ഇത്തരത്തിൽ, ഈ പ്രമേഹത്തിന്റെ ക്യാപിറ്റൽ, ഈ പ്രമേഹം ഏറ്റവും അധികം ഉള്ള രാജ്യം ഏതാ? ഇന്ത്യ ആണോ? ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ചൈനയാണ് ഏറ്റവും അധികം ഉള്ളത്. പക്ഷെ ഇന്ത്യ ഇങ്ങനെ 1ാം സ്ഥാനം വേണം, എനിക്ക് 1ാം സ്ഥാനം വേണം എന്നുള്ള ഓട്ടത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഉള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. ഓക്കെ, കേരളം, ഗോവ അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ കേരളത്തിലാണ് ഏറ്റവും അധികമായിട്ട് പ്രമേഹ രോഗികൾ ഉള്ളത്. അതെന്തുകൊണ്ടാ കേരളത്തിൽ ഏറ്റവും അധികമായിട്ട് പ്രമേഹ രോഗികള്? എന്തുകൊണ്ടാ? നമ്മളുടെ ഫുഡ് അല്ലെ, നമ്മളുടെ ഭക്ഷണം. നമ്മളുടെ ഭക്ഷണത്തിൽ എന്താ ഏറ്റവും അധികമായിട്ട് നമ്മള് പാത്രത്തിൽ കോരി ക്യാപ്സ്യൂൾസ്, വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ഉള്ള ഡയബ ലൈഫ്. അപ്പൊ ഡയബറ്റിക്സിന്റെ ആദ്യ അവസ്ഥയിൽ അത് കൊടുക്കുകയാണെങ്കിൽ, ഈ പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് നല്ലൊരു ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മളുടെ ഡയബ ലൈഫിലൂടെ ആൾക്കാർക്ക് നൽകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് ആദ്യം എന്താണ് പ്രമേഹം എന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ. എന്താണ് പ്രമേഹം? പ്രമേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഷുഗർ അല്ലെ, ഷുഗറിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാവുന്നത്. അത് തന്നെ 2 തരത്തിലുള്ള പ്രമേഹമുണ്ട്. ടൈപ്പ് 1 പ്രമേഹം എന്നും ടൈപ്പ് 2 പ്രമേഹം എന്നും പറഞ്ഞിട്ട്. അതിൽ ടൈപ്പ് 1 പ്രമേഹം എന്താണ്? അത് നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിൽ എന്തിന്റെങ്കിലും ഒരു അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ അതിന്റെ മെക്കാനിസം ഉണ്ട്, അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ശരീരത്തിന് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ രക്തത്തില് എപ്പോഴൊക്കെയാണ് ഷുഗറിന്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നത്, അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഷുഗർ നമുക്ക് വേണോ? ശരിക്കും വേണം. ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഷുഗർ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഈ ഷുഗർ രക്തത്തിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കോശങ്ങൾക്ക് അത് അങ്ങനെ എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, ഈ ഒരു പിക്ചറിൽ ഉള്ളതുപോലെ നമ്മളുടെ ഈ ഒരു ഇതാണ് ഷുഗർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കോശങ്ങളുടെ അകത്തേക്ക് കയറണമെങ്കിൽ ഒരു താക്കോല് വേണം. ഈ ഒരു വാതിൽ തുറന്നാൽ മാത്രമേ ഷുഗറിന് കോശങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. പ്രവേശിച്ചാൽ മാത്രമേ എന്തിന്റെ ഉൽപാദനത്തിലേക്ക് പോവുകയുള്ളൂ? ഊർജ്ജ ഉൽപാദനത്തിലേക്കൊക്കെ പോവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു താക്കോലാണ് ആര്? ഇൻസുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിന് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇൻസുലിന്റെ ഉൽപാദനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? രക്തത്തിലുള്ള ആ ഒരു ഷുഗർ യഥേഷ്ടം കോശങ്ങളുടെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് ഊർജ്ജ ഉൽപാദനത്തിലേക്ക് അത് പോവുകയുള്ളൂ. ഓക്കെ, ഇനി ടൈപ്പ് 1 പ്രമേഹത്തിൽ എന്താ നടക്കുന്നത്? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുമ്പോൾ അതൊരു ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരാൾക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഒരു ചെയർ ഉണ്ട്. ഓക്കെ, ഇല്ലാത്തതാണ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ ശരീരം നശിപ്പിക്കുന്നുണ്ട് കുറെ കോശങ്ങള്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് വ്യാധികൾ അതിൽ വരുന്നുണ്ട്. SLE, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളൊക്കെ ആ വിഭാഗത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പ്രമേഹത്തിൽ എന്താ സംഭവിക്കുന്നത്? ടൈപ്പ് 1 പ്രമേഹത്തില് നമ്മളുടെ ശരീരത്തിന്റെ ബീറ്റ കോശങ്ങൾ അവിടെ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ് എന്ന് നിശ്ചയിച്ച് ആ ബീറ്റ കോശങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബീറ്റ കോശങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഇൻസുലിൻ ഉണ്ടാവുമോ? ഇല്ല, കാരണം ബീറ്റ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇൻസുലിൻ അവിടെ ഇല്ല. അപ്പൊ ടൈപ്പ് 1 പ്രമേഹത്തിൽ എന്തില്ല? ഇൻസുലിൻ ഇല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെയുള്ള ഷുഗർ കണ്ടമാനം രക്തത്തിൽ തന്നെ വർദ്ധിച്ചു വരുന്നത് അത് കോശങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇത് ജന്മനാ ഉണ്ടാവുന്നതാണ് ആൾക്കാർക്ക്. ഓക്കെ, അപ്പൊ എന്താണ്? ഇൻസുലിൻ പുറമേ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് അവിടെ അത്തരത്തിലുള്ളവർക്ക് വേണ്ട ചികിത്സ. ഓക്കെ, ഇനി ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നതാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നമ്മളുടെ ജീവിത രീതിയിലൂടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയൊക്കെ ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതുപോലെ വ്യായാമം ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും ഒക്കെ ശരീരത്തിൽ ബീറ്റ കോശങ്ങളുണ്ട്. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻസുലിന് അതിന്റെ കർമ്മത്തെ, അതായത് രക്തത്തിലുള്ള ആ ഷുഗറിനെ കോശങ്ങളുടെ അകത്തേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു കർമ്മത്തെ ഇൻസുലിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് പലതരത്തിലുള്ള രോഗങ്ങളിൽ, അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ആണോ? അല്ല, അമിതമായിട്ടുള്ള വിശപ്പ്, അമിതമായിട്ടുള്ള ദാഹം, അതുപോലെ ഒരുപാട് മൂത്രം, എപ്പോഴും ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു ഫീലിംഗ്, അതായത് ഒരുപാട് മൂത്രം ശരീരത്തിൽ നിന്നും പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 3 മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. പിന്നെയോ ആള് മെലിഞ്ഞ് നമുക്കറിയാം, പ്രമേഹം ഒരു 10 വർഷമൊക്കെ ആയിട്ട് പ്രമേഹമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, മെലിഞ്ഞ് ഉണങ്ങിയിരിക്കും, അവരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങുന്ന പോലെ ഉണ്ടാവും. ഇത് 3 ആദ്യത്തെ ലക്ഷണങ്ങൾ. പിന്നീടാണ് ഭാവിയിൽ ഒരു 10, 15, 20 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ആ ആളുടെ വൃക്കയെ ബാധിക്കുന്ന പ്രശ്നത്തിലേക്ക് വരിക, അതുപോലെ തന്നെ കണ്ണിന് തിമിരത്തിലേക്ക് വരിക, നെർവ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരിക, ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഈ ഷുഗറില് പ്രമേഹം നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? HbA1c എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ടെസ്റ്റ് ആണ്. ഇതിലാണെങ്കിൽ അത് ആൾക്ക് പ്രമേഹത്തിന്റെ ആരംഭം എന്നാണ്. 6.5 അധികം ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ആൾക്ക് നല്ല രീതിയിലുള്ള പ്രമേഹം ഉണ്ട്. അത് 10ഉം 12ഉം ഒക്കെ ആകാറുണ്ട് HbA1c. അപ്പം എന്താണ്? അവർക്ക് മൃഗങ്ങളെ ഒക്കെ ബാധിച്ച പ്രശ്നങ്ങൾ അവരെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പം ഈ കണ്ണിനെ ബാധിക്കുന്ന തിമിരത്തിലേക്ക് നയിക്കാതെ അതിനെ നമുക്ക്
കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു പ്രമേഹത്തിന്റെ ആരംഭത്തിൽ, അതായത് 5.7-നും 6.5-ന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാൾക്ക് നമ്മളുടെ ഡയബാ ലൈഫ് കൊടുക്കുകയാണെങ്കിൽ ആ ആൾക്ക് കൂടുതലായിട്ട് ഇനി 10-15 വർഷം കഴിഞ്ഞ് കണ്ണിനെയൊക്കെ ബാധിക്കുന്നു പറഞ്ഞു. അപ്പൊ ആ ബാധിക്കുന്ന ആ ഒരു തോത് കുറയ്ക്കാനായിട്ട് സാധിക്കും, അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. പാലിന് എന്താണ്? വെളുത്തുള്ളി അല്ലെ? വെളുത്തുള്ളി ഇടിച്ചു പിഴിഞ്ഞ് ചേർത്തിരിക്കുകയാണോ ഇതില്? അല്ല, അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളത് ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് ഇതിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ട് അതാണ് നമ്മളുടെ ഈ ക്യാപ്സ്യൂളില് ചേർത്തിട്ടുള്ളത്. ഓക്കെ, വെളുത്തുള്ളി എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പണ്ട് മുതലേ വെളുത്തുള്ളി വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് പോരുന്നതാണ്. ആയുർവേദത്തിലാണെങ്കിൽ ലശൂല രസായനമുണ്ട്. രസായനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോശങ്ങൾ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം ചെയ്യാനുമായിട്ട് സഹായിക്കുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാരിൽ ഈ സിനമോമം ജൈലാനിക്കം എന്ന് പറയുന്നത് ചില ആൾക്കാരിൽ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഈ കണ്ടന്റ് ചില ആൾക്കാരിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം ചില ആൾക്കാർക്ക് ചിലതിനോടൊക്കെ ആയിരിക്കും അലർജി, അല്ലെങ്കിൽ ചെമ്മീനോടൊക്കെ അലർജി ഉള്ളവരുണ്ട്. അപ്പം ഈ കറുവപ്പട്ടയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയന്റ്, ഈ ഒരു കണ്ടന്റിനെതിരെ അലർജി ഉണ്ടാവുന്നുണ്ട് ആൾക്കാർക്ക്. ഓക്കെ, അപ്പൊ എന്തുണ്ടാവും? അലർജിക് സിംറ്റംസ്, അതായത് നീർക്കെട്ട്, ചൊറിച്ചില്, തടിച്ചു വരിക, അതുപോലെ തന്നെ എന്താണ് രക്ത കളറില് റെഡിഷ് ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടാവും ചില ആൾക്കാരിൽ. അപ്പൊ അത് ഈ ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ചില ആൾക്കാരിൽ എന്ത് ചെയ്യും? ഓൾറെഡി അവര് മെഡിസിൻസ് കഴിക്കുന്നവരായിരിക്കും. ഓക്കെ, രാവിലെയും രാത്രിയും ഒക്കെ കഴിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരില് ഇത് പറയുമ്പോൾ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം, അതായത് ആദ്യം അവർ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു മരുന്ന് കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം നമ്മളുടെ ഡയബാ ലൈഫ് ഉപയോഗിക്കാനായിട്ട് പറയുക. ഓക്കെ, ഇനി ഇങ്ങനെ ഈ രണ്ടെണ്ണം ഉപയോഗിക്കുന്നത് വഴി എന്തിന്റെ ചാൻസ് ഉണ്ടാവും? പെട്ടെന്ന് ഷുഗർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഷുഗർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണോ? അല്ല, ആൾക്ക് തലകറക്കം, ക്ഷീണം, എന്താണ് തൊണ്ടയിൽ വെള്ളമില്ലാത്ത, ദാഹം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വരും. അപ്പൊ അതിനെയും നമ്മൾ നിയന്ത്രിക്കണം. അപ്പൊ എന്ത് പറയണം ആളോട്? അപ്പൊ നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കൂ. എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ ടാബ്ലറ്റ്, ഈ ക്യാപ്സ്യൂൾ കഴിക്കുന്നത്, ഒരു ക്യാപ്സ്യൂൾ നമ്മൾ പറഞ്ഞു രാവിലെയും രാത്രിയും ഒന്ന് വെച്ച് ഉപയോഗിക്കാനായിട്ട്, അപ്പൊ ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് കഴിക്കാനായിട്ട് പറയാം. ഓക്കെ, അപ്പൊ എന്നിട്ട് ആളുടെ HbA1c ഒരു 3 മാസത്തിന് ശേഷം ഒന്ന് നോക്കുക. അപ്പൊ ആൾക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ആ ഒരു ഡോക്ടറോട് പറഞ്ഞ് അവരെടുക്കുന്ന മെഡിസിനെ അളവ് കുറച്ചു കൊണ്ടുവരാനായിട്ട് പറയണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കിപ്പം നമ്മൾ ആദ്യം ചോദിക്കുന്നതാണ്, ഫാമിലിയിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടോ? അപ്പൊ അവർ പറയും ഇല്ല, അത്തരത്തിലുള്ള ഒരു പ്രശ്നം ആർക്കും എന്റെ കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള നമ്മളിപ്പോ പറയും പുറത്തുനിന്ന് നന്നായിട്ട് ആഹാരം വറുത്തത്, പൊരിച്ചത്, അല്ലെങ്കിൽ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ് ഉണ്ടാവുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ട്, ഞാനിങ്ങനെ നടക്കുന്നുണ്ട്, നമ്മൾ രാവിലെ കഴിച്ച ആഹാരം അതിന്റെ ദഹനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ഓർഗനെയും ബാധിക്കുന്ന അൾഷിമേഴ്സ്, മറവി, അതിന്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ആണ്. ഇപ്പം സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന വന്ധ്യത, അതിന്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ക്രമാതീതമായിട്ട് ഉണ്ടാകുന്ന വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഫ്രീ റാഡിക്കൽസ് ആണ്. നമ്മളുടെ ഈ 95 എന്താണ് ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഫ്രൂട്ട്സില്, പഴങ്ങളില് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഓക്കെ, ആപ്പിളിലൊക്കെ നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ 95 എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഏറ്റവും നല്ലതിൽ നിന്നും ആ നല്ലതിന്റെ ഒരു ഗ്രൂപ്പ്, ആ നല്ലത് ഒരു 10 എണ്ണാണെങ്കിൽ അതിലും ഏറ്റവും അധികം ഒറാക് വാല്യൂ ടോട്ടൽ ആന്റി ഓക്സിഡൻസ് ഉള്ളതിനെ ചേർത്താണ് നമ്മളുടെ 95 ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ബെറി പഴങ്ങൾക്കാണ് ഒരുപാട് എന്തുള്ളത്? ആന്റി ഓക്സിഡൻസ് കപ്പാസിറ്റി ഉള്ളത്. ഇപ്പം മോർ ദാൻ 20,000 എബോ ഉള്ള ഒന്നാണെങ്കിലാണ് ടോട്ടൽ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് 20,000 എബോ ആണെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം നമ്മളുടെ ഇതില് എന്താണ് 30,000 എബോ ആണ് ഒറാക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ബെറി പഴങ്ങൾക്ക് പുറമെ ഇതില് നെല്ലിക്കയുണ്ട്, കറ്റാർവാഴയുണ്ട്, നോനി പഴങ്ങളും ഒക്കെ ഇതില് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഗോജി ബെറി എന്ന് പറയുന്നത്
ക്യാൻസർ ഒക്കെ വരാതെ സംരക്ഷിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ക്യാൻസർ ഒന്നും വരാതെ ആ കോശങ്ങളുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ഗോജി ബെറീസ്. പിന്നെ ഉള്ളതാണ് സ്ട്രോബെറി. സ്ട്രോബെറി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇല്ലേ? ഇല്ലേ? യെസ്. അപ്പൊ സ്ട്രോബെറി ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതെ സംരക്ഷിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് സ്ട്രോബെറി. ഇനി ബ്ലാക്ക്ബെറി, അതിൽ ഒരുപാട് വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, അയൺ, സിങ്ക്, പ്രോട്ടീൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതും നമ്മളുടെ ശരീരത്തിൽ പലപ്പോഴും ഈ ന്യൂട്രിയൻസിന്റെ അഭാവമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പൊ അത് നമ്മളുടെ ഈ ബ്ലാക്ക്ബെറിയിൽ ഉണ്ട്. പിന്നെ ഉള്ളതാണ് ബ്ലൂബെറി. ബ്ലൂബെറിയിലാണെങ്കിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആണ് ഉള്ളത്. അതായത് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പം ഒരാളെ കാണുമ്പോൾ നമുക്ക് ആളുടെ പ്രായം എത്രയാണ് എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലെ. അപ്പൊ അത്തരത്തിൽ ആ ഒരു ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ ഏജിങ്ങിന് എതിരെ, പ്രായമാകുന്നതിന് എതിരെ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ആന്റി ഏജിങ് എന്ന് പറയുന്നത്. അപ്പൊ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്, കഴിവുള്ളതാണ് ബ്ലൂബെറി. അപ്പൊ അതായത് കോശങ്ങളുടെ ആ ഒരു വേഗത്തിലെ കോശങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ ബ്ലൂബെറി. പിന്നെ ഉള്ളതാണ് ചെറി. ചെറി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് വളരെയധികം നല്ലതാണ്. പിന്നെ ക്രാൻബെറി, ആസ്മ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയൊന്നും വരാതെ കാത്തു സംരക്ഷിക്കുന്നതാണ്. എൽഡർബെറി, അതിനാണെങ്കിൽ ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള വൈറൽ രോഗങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും വരാതെ സംരക്ഷിക്കുന്നതാണ് നമ്മളുടെ എൽഡർബെറി. പിന്നെ റാസ്പെറി, ഒരുപാട് നാര് അടങ്ങിയിട്ടുള്ളതാണ് റാസ്പെറിയിൽ. ബ്ലാക്ക് കറന്റ് ബെറി, അതിനാണെങ്കിലോ റുമാറ്റിസം, ആർത്രൈറ്റിസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് നമ്മളുടെ നെല്ലിക്ക. നെല്ലിക്കയിൽ ഒരുപാട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ്. ഓക്കെ, വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ളതാണ്. ആയുർവേദത്തിൽ നെല്ലിക്ക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ രസായനം എന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലെ, വെളുത്തുള്ളിന്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പൊ ഒരുപാട് രസായന ഗുണമുള്ള ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പൊ നെല്ലിക്ക ചേരുന്ന ഒരുപാട് ലേഹ്യങ്ങൾ ആയുർവേദത്തിൽ ഉപയോഗിച്ചു പോരുന്നതാണ്. ഓക്കെ, നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രമേഹം എന്ന് പറയുന്ന ആ ഒരു രോഗം വരാതെ സംരക്ഷിക്കുന്നതിലൊക്കെ നെല്ലിക്ക വലിയ പങ്കാണ് വഹിക്കുന്നത്. പിന്നെ ഏതാണ് നോനി. അപ്പൊ അതിലും ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ആ ഫ്രീ റാഡിക്കൽസിനെ ആന്റി ഓക്സിഡൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിന്റെ ആ ഒരു തോതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നുള്ളതാണ്, നാരടങ്ങിയിട്ടുള്ളതാണ് നോനി പഴങ്ങളില്. പിന്നെ ഉള്ളതാണ് അലോവേര. ഞാൻ പറഞ്ഞു പ്രമേഹം വന്ന ആൾക്കാർക്ക് ഒക്കെ ഒരു ക്ഷയിച്ച് വരികയാണ് അവര് അല്ലെ. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ഒരു രോഗങ്ങളിലേക്കൊന്നും പോകാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും 95-ലൂടെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡോസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഒരു സാഷേ ആണ് അല്ലെ, ഒരു സാഷേ വെച്ചിട്ട് രാവിലെയും വൈകുന്നേരം ഓരോരോ സാഷേ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ആ ഒരു രീതിയിൽ അത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഈ 95 കഴിക്കുന്നതിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പം 95 കഴിക്കുന്നുള്ളത് എങ്ങനെയാണ് സൂപ്പർ എന്നുള്ളൊരു പേര് വന്നത്? അത് ഈ ബഹിരാകാശത്ത് ഒക്കെ പോയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ ബഹിരാകാശത്ത് പോകുന്നവർ എന്തിനാ പോകുന്നത്? ഒരു ജോലിക്ക്. നമ്മളിപ്പം എവിടെ മൂന്നാറൊക്കെ പോകുന്നത് പോലെ ഒരു ടൂറിന് വേണ്ടിയാണോ ബഹിരാകാശത്ത് പോകുന്നത്? അല്ല അല്ലെ. അവിടെ പല രീതിയിലുള്ള ഇപ്പൊ ചന്ദ്രനില് ഗവേഷണം നടത്തി അവിടെ ജനവാസത്തിന് സാധ്യതയുണ്ടോ, അവിടെ ജലമുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ മണ്ണിനെ പരിശോധിക്കാൻ, അവിടെയുള്ള എലമെന്റ്സിന്റെ അളവ് എത്രയാണ്, മെറ്റൽസ്, മിനറൽസ് തുടങ്ങിയിട്ടുള്ള എലമെന്റ്സിന്റെ ഒക്കെ അളവ് എത്രയാണ് എന്നുള്ളതൊക്കെ പരിശോധിക്കാൻ ഗവേഷകർ അല്ലെ, ബഹിരാകാശത്തിൽ പോകുന്ന ഗവേഷകർ. അപ്പൊ ഇവര് പോകുന്നത് ഇന്ന് പോയി നാളെ വരുമോ? ഇല്ല അല്ലെ. അവർ 1 മാസം അല്ലെങ്കിൽ 2 മാസം ആകാം. ഓക്കെ, അപ്പൊ ഈ 1 മാസം 2 മാസം ഉള്ള ഭക്ഷണവും എടുത്തിട്ട് പോകാൻ പറ്റുമോ ആൾക്കാർക്ക്? ഇല്ല. അപ്പം 2, 3 അല്ലെങ്കിൽ 5 ആൾക്കാരൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ഇതിൽ പോകുന്നത്. ഈ 5ഉം 10ഉം പേർക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷണമായിട്ട് പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഒരു ക്യാപ്സ്യൂളില് നമ്മൾക്ക് വേണ്ട പ്രോട്ടീൻസ്, ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ ഓക്കെ. അപ്പൊ അത്തരത്തിൽ ആ
അതിനെ സൂപ്പർ എന്നുള്ള ഒരു പേര് നൽകിയിട്ടുള്ളത്. അപ്പൊ അവര് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് വളരെ വ്യാപകമായിട്ട് ഓക്കെ ഇതൊരു സൂപ്പർ ആണ് എന്നുള്ളത് വന്നത്. അപ്പം അങ്ങനെ ആ സൂപ്പർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ചേർന്നതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡായി മാറിയത്. അപ്പൊ ഏതാണ് ആ ഒരു പ്രൊഡക്റ്റ്? സ്പൈറുലിന. ഭയങ്കര ബെസ്റ്റ് ആണല്ലോ, ചോദിപ്പിച്ചെന്നെ പടപെടാന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ വേറൊരു ക്ലൂ ഒന്നും തരാതെ തന്നെ. ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ ഓൺ ആൻഡ് ഓണിന്റെ സ്പൈറുലിന അല്ലെങ്കിൽ സ്പിരുലിന എന്ന് പറയുന്നത്. ഓക്കെ, 60 വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ സ്പൈറുലിന. ഓക്കെ, അപ്പം ഈ സ്പൈറുലിനെ സൂപ്പർ ആക്കിയിട്ടുള്ളത് ഏതാണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ, ഒരു തരത്തിലുള്ള ഒരു പച്ച അല്ലെങ്കിൽ ഒരു നീല കളറിലുള്ള ഒരു ആൽഗയാണ് ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പായൽ വർഗ്ഗം, നമ്മളിപ്പം മഴക്കാലാണ്, നമ്മളുടെ ടെറസിലൊക്കെ പായലുണ്ടാവും. അപ്പൊ ആ പായലാണോ ഇത്? അല്ല, ഇത് വളരെ റിച്ചസ്റ്റ് സോഴ്സ്, വളരെ നല്ല ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു പായലാണ്. ഓക്കെ, അപ്പൊ ആ പായലിനെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് വൈറ്റമിൻ B1, B2 തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ ഈ പറഞ്ഞ ഈ ആൽഗയിൽ, ബ്ലൂ ഗ്രീൻ ആൽഗയിൽ ഉണ്ട്.